Yeah! നീണ്ട 17 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം മഞ്ജു വാര്യരും മോഹൻലാലും ഒന്നിക്കുന്നു. അതും ഒരു സത്യനന്ദികാട് ചിത്രത്തിൽ. മഞ്ജുവിൻ്റെയും ലാലിൻ്റെയും ആരാധകർക്ക് സന്തോഷിക്കാൻ ഇതിലും നല്ലൊരു വാർത്തയില്ല. സമർ ഇൻ ബത്ലഹേം, കന്മദം എന്നീ ചിത്രങ്ങളിലാണ് ഇരുവരും മുമ്പ് ഒരുമിച്ച് അഭിനയിച്ചിട്ടുള്ളത്. വിനീതമായി അപേക്ഷിക്കുന്നു എന്ന് പേരിട്ടിരിക്കുന്ന ഈ ചിത്രത്തിൻ്റെ കഥ എഴുതിയിരിക്കുന്നത് നടനും കൂടിയായ രവീന്ദ്രനാണ്. രഞ്ജൻ പ്രമോദിൻ്റേതാണ് തിരക്കഥ. ഒരു സമ്പൂർണ്ണ ഫാമിലി കോമഡി എൻ്റർടൈനറാണ് ചിത്രം. മോഹൻലാലും ശ്രീനിവാസനും ഒരുമിച്ച് അഭിനയിക്കുമ്പോൾ ഉണ്ടായിരുന്ന ഹ്യൂമറിൻ്റെ സത്യസന്ധമായൊരു തലം ഈ ചിത്രത്തിൽ ഒരു പരിധിവരെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. പുതിയ തലമുറയിലെ താരമായ ഗ്രിഗറിയാണ് ഈ ചിത്രത്തിൽ മോഹൻലാലിനൊപ്പം ഹ്യൂമർ ചെയ്യുന്നത്. മോഹൻലാൽ അവതരിപ്പിക്കുന്ന വിനീത് എൻ പിള്ള ഒരു പത്രപ്രവർത്തകനാണ്. ഈ കഥാപാത്രത്തിനൊപ്പം ഓസിന് താമസിക്കുന്ന ഫോട്ടോഗ്രാഫറായാണ് ഗ്രിഗറി കടന്നു വരുന്നത്. ഒരു ദാസം വിജയൻ ലൈനിലൂടെ പോകുന്ന ഈ കോമ്പിനേഷൻ ചിത്രത്തിൻ്റെ പ്രധാന ഹൈലൈറ്റുകളിലൊന്നാണ്. എന്തുതന്നെ ആയാലും മഞ്ജുവിൻ്റെയും ലാലിൻ്റെയും താരത്തിളക്കവും സ്വാഭാവിക അഭിനയവും തന്നെയാവും ചിത്രത്തിൻ്റെ ഹൈലൈറ്റ്. മോഹൻലാലിൻ്റെ എൻ പിള്ള എന്ന കഥാപാത്രവും മഞ്ജു വാര്യരുടെ ദീപ എന്ന അഡ്വക്കേറ്റിൻ്റെയും കഥാപാത്രവും തമ്മിലുള്ള കോമ്പിനേഷൻ സീനുകൾ ആരാധകരുടെ മനസ്സറിഞ്ഞു തന്നെയാണ് സംവിധായകൻ ചിത്രീകരിച്ചിരിക്കുന്നത്. മോഹൻലാൽ, മഞ്ജു വാര്യർ, ഗ്രിഗറി എന്നിവർക്ക് പുറമെ ഇന്നസെന്റ്, ലെന, റീനു മാത്യു തുടങ്ങിയവരും ചിത്രത്തിൽ അണിനിരക്കുന്നു. ചിത്രത്തിനു വേണ്ടി സംഗീതം നൽകുന്നത് വിദ്യാസാഗറാണ്. ഛായാഗ്രഹണം സമീർ താഹിർ. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ഒരുങ്ങുന്ന ചിത്രം നിർമ്മിക്കുന്നത് ആന്റണി പെരുമ്പാവൂറാണ്.